ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും വെൽക്കം ടു റോവ ഗെയിമിംഗ്. അപ്പോൾ ഇന്ന് തേഴ്സ്ഡേ മെയിൻ്റെനൻസിന് ശേഷം നമ്മുടെ ഗെയിം ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെ പുതിയ അപ്ഡേറ്റ്സ് ആൻഡ് ഫീച്ചേഴ്സാണ് ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നോക്കുമ്പോൾ നമ്മുടെ ഈ ഫുട്ബോളിൽ വന്നൊരു ബാക്ക് തന്നെയാണ് പിന്നെയും വന്നിരിക്കുന്നത്. പെലേൻ്റെ ബുസ്കാസിൻ്റെ ബാക്ക് പിന്നെയും ഒന്നും കൂടെ വന്നിരിക്കുകയാണ്. അതല്ലാതെ ഇന്ന് എല്ലാവരും ബാഴ്സലോണ ക്യാമ്പയിനൊക്കെ വരുമെന്ന് പ്രതീക്ഷിച്ചു. പക്ഷേ ബാഴ്സലോണ ക്യാമ്പയിനൊന്നും വന്നിട്ടില്ല. ഇപ്പോൾ നമ്മൾ കോൺട്രാക്ട്സിൽ വേറെ പാക്ക് നോക്കുമ്പോൾ ഒന്ന് ആ വേൾഡ് ക്ലാസിക് എന്ന് പറഞ്ഞിട്ട് ആ പാക്ക് വന്നിരിക്കുന്നു. പിന്നെ ഓൾറെഡി ഉള്ള ഹസാഡിൻ്റെ ബാക്കും സ്ലാറ്റിൻ്റെ ബാക്കും വേറൊരു മാറ്റവുമില്ല. പിന്നെ കുറേ ഷോർട്ട് ടൈം പാക്കുകൾ വന്നിട്ടുണ്ട്. പിന്നെ ഇന്നത്തെ പ്ലെയർ ഓഫ് വീക്ക് നോക്കുമ്പോൾ ഇതിൽ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ പോൾ പോഗ്ബയുടെ ഒരു കാർഡ് വന്നിട്ടുണ്ട്, പ്ലെയർ ഓഫ് വീക്ക് കാർഡ്. പിന്നെ മാഗ്നൻ്റെ ഒരു കാർഡ് വന്നിട്ടുണ്ട്. ഫെറാൻ ടോർസിൻ്റെ ഒക്കെയാണ് ഇന്നത്തെ മെയിൻ പ്ലെയർ ഓഫ് വീക്കിൽ വന്നിരിക്കുന്നത്. അതല്ല പുതിയൊരു പ്ലേയേഴ്സിനെയും വന്നിട്ടില്ല. പിന്നെ ഡെയിലി ഗെയിമിൽ പുതിയ പ്ലേയേഴ്സൊന്നും ആഡ് ആയിട്ടില്ല. ഇന്നത്തെ മെയിൻ്റെനൻസ് ശേഷം ശരിക്കും ആഡ് ആയെന്നാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഇപ്പോൾ എല്ലാ പ്ലേയേഴ്സിനും എല്ലാവർക്കും എടുക്കാനുള്ളത് മാക്സിമം എല്ലാവരുടെയും ഡെയിലി ഗെയിമിലെ പ്ലേയേഴ്സിൻ്റെ എല്ലാം കഴിഞ്ഞിട്ടുണ്ടാകും. മാക്സിമം എല്ലാവരും റൈക്കാർഡിനെയും കോച്ചിനെയും കിട്ടിയാൽ നിങ്ങൾ എല്ലാവരും സേവ് ചെയ്ത് വെക്കാൻ നോക്കുക നിങ്ങൾ ഫ്രീ ചാൻസ്. കാരണം പിന്നീട് പുതിയ പ്ലേയേഴ്സൊക്കെ ആഡ് ആകുമ്പോൾ നിങ്ങൾക്ക് അവരെടുക്കാനുള്ള ചാൻസ് നിങ്ങൾക്ക് കൂടുതലും ഉണ്ടാവും. അല്ല, വെറുതെ ഹൈലൈറ്റ് കാർഡ്സിനൊന്നും നിങ്ങൾ യൂസ് ചെയ്യില്ലെങ്കിൽ വെറുതെ നിങ്ങൾ അതിൽ സ്പിൻ ചെയ്ത് കളയണ്ട നിങ്ങളുടെ ഫ്രീ ചാൻസ്. പിന്നെ നമ്മൾ ഇന്ന് മിഷൻസിൽ നോക്കുകയാണെങ്കിൽ ക്യാമ്പയിൻസ് ഒന്നും പുതുതായിട്ട് വന്നിട്ടില്ല. പിന്നെ ബാക്കിയുള്ള മാച്ച് പാസിൽ ബാക്കി അൺലോക്ക് ആയിട്ടുണ്ട്. അപ്പം നമുക്ക് ഇന്ന് ഇത് കളിച്ചെടുക്കാവുന്നതാണ് എല്ലാവർക്കും. അപ്പോൾ മിക്കവാറും നെക്സ്റ്റ് തേഴ്സ്ഡേ ആയിരിക്കും ബാഴ്സലോണ ക്യാമ്പയിൻ വരിക. അല്ലെങ്കിൽ ചിലപ്പോൾ തേഴ്സ്ഡേ ആയിരിക്കും ബാഴ്സലോണ ക്യാമ്പയിൻ വരാൻ ചാൻസ് ഉള്ളൂ. അപ്പോൾ ഇതേ ബ്ലാക്ക് ഫ്രൈഡേ ക്യാമ്പയിൻ തന്നെ അവർ ഈ വീക്കും കൊണ്ട് റൺ ചെയ്തിട്ട് മൺഡേ ചിലപ്പോൾ ഒരു അടിപൊളി പാക്ക് വരാൻ ചാൻസ് ഉണ്ട്. ഇതുവരെ ഒരു ലീക്സ് ഒന്നും വന്നിട്ടില്ല ഏതാ പാക്കെന്ന്. വേറെ ഒബ്ജക്റ്റീവ്സ് ഒന്നും ഇതുവരെ വന്നിട്ടില്ല, ചേഞ്ചസ് ഒന്നും വന്നിട്ടില്ല. പിന്നെ ഇപ്പോൾ ഇവൻറ്റ്സ് നോക്കാൻ പോവുകയാണെങ്കിൽ നമ്മൾ പ്ലെയർ ഓഫ് വീക്കിൻ്റെ ഒരു ഫ്രീ ട്രൈ കിട്ടുന്ന ഒരു ഇവൻറ്റ്, അല്ലാതെ പിന്നെ നോക്കുകയാണെങ്കിൽ ബ്ലാക്ക് ഫ്രൈഡേൻ്റെ ഒരു പെനാൽറ്റി ഷൂട്ട് ഔട്ട് എന്ന് പറഞ്ഞ പുതിയൊരു ഇവൻറ്റ് വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ ഒരു പൊസിഷൻ ടോക്കണും സ്കിൽ ടോക്കണും കിട്ടുന്നതാണ്. ട്രെയിനിങ് ടോക്കണും കിട്ടുന്നതാണ്. പിന്നെ ഓൾറെഡി നമ്മുടെ തേഴ്സ്ഡേ മൺഡേ വരുന്ന പോലെ 50 കോയിൻ ചാലഞ്ച്, ഇതൊക്കെയാണ് ഇന്ന് വന്നിട്ടുള്ളൂ. വേറൊരു പുതിയ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. അതുപോലെ നമ്മൾ പുതിയ പാക്സും വന്നിട്ടില്ല, മാനേജേഴ്സും ആഡ് ആയിട്ടില്ല. ഓൾറെഡി ഉള്ള ഗാർഡിയോളയും റൈക്കാർഡും ഒക്കെ ഉള്ളൂ. വേറെ പുതിയ മാനേജർ പാക്സ് ഒന്നും വന്നിട്ടില്ല. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ എല്ലാ ഫുട്ബോൾ ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് സപ്പോർട്ടാകും. താങ്ക് യു.